അങ്ങോട്ട് നല്ല കൊച്ചി വേണ്ട, ഞാൻ പൊളിച്ച് കഴിച്ചോളാം. എന്നാ ശരി പൊള്ളി. ആ ഓക്കെ, കുത്തി കേട്ടിട്ട് പോ. എന്തൊരു ആത്മാർത്ഥമുള്ള കൊച്ചി. ഓക്കെ, കഴിഞ്ഞ പരിപാടി. ലൈഫ് ആകെ തോട്ട് കിടക്കുക. പിന്നെ എനിക്കാൻ പറയരുത്, മോശം പരിപാടി. കല്ലുവേ, എന്താണ് ആനയെ ചെയ്യണേ? കുളിപ്പിക്കണ മക്കളെ. അങ്ങനെയാണെങ്കിലേ മക്കളൊരു തൊണ്ടെടുത്തോണ്ടൊന്ന് തേച്ചൊരച്ച് കുളിപ്പീര്, ആന വൃത്തിയാവട്ടെ. എന്തെടുക്കാൻ പോണ്? എന്റെ പൊന്നമ്മായി, അമ്മായി എന്തിനാണ് പ്രശ്നം? ഇപ്പൊ തൊണ്ട് കൊണ്ടുവന്നുള്ള മൊത്തം കുരിച്ചെടുക്കും എന്റെ തൊലി. എടാ അവള് കളിക്കട്ടടാ. അയ്യോ ചേട്ടാ, എന്താടി? അവളിപ്പോ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ? അവളങ്ങോട്ട് പോയത് എന്നെ കൊല്ലാനുള്ള പാര എടുക്കാൻ പോയത്. എന്തായാലും 8ന്റെ പണിയാണ് കിട്ടിയേക്കണം. 8ന്റെ പണിയാ? ഇത് 16ന്റെ കൂടുതലുള്ള പണിയാണ്. പക്ഷെ കൊച്ചല്ലേടാ, വലിയ കുഴപ്പമൊന്നും കാണൂല. അങ്ങനെയാണ് ഞാനും ആദ്യം വിചാരിച്ചേ. നടുവൊന്ന് എന്തൊക്കെയോ എവിടൊക്കെയോ നീരായെന്ന് തോന്നുന്നു നടുവില്. നിന്റെ പാപ്പാനെ അടുക്കള വഴി പുറത്തേക്ക് ഓടുന്നുണ്ടല്ലോ. എവിടെ പോയതാ? നിനക്കുള്ള പട്ട എടുക്കാൻ പോയതാണോ? ആ പട്ട എടുക്കാൻ പോയതാ. മോനെ കേശേ, കൊച്ചിനെ എപ്പോഴും ഇതുപോലെ സന്തോഷിപ്പിച്ച് നിർത്തുന്നേ. അതുപോലെ തന്നെ ആനയുടെ ചിഹ്നം വിളി അത്ര ശരിയല്ല, കുറച്ചും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട്. ആനയുടെ ചിഹ്നം വിളി തേങ്ങ ഓടിക്കോ. ചേട്ടാ, ഇനി കല്ലു എന്നും പറയും കല്ലിന് ആന കളിക്കണോന്ന്. അങ്ങനെ കല്ലു എല്ലാ ദിവസവും ആന കളിക്കണമെന്ന് പറഞ്ഞാലേ ഓരോരുത്തരും ഓരോ ദിവസം ആനയാവും. ആന എന്ന് പറഞ്ഞ പടവലം കേശവൻ തന്നെ. നീ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? നിനക്ക് കരാടി തര. പാപ്പനതി അങ്ങനെ പിടിക്കല്ലേ, കാല് പോ. ആന അങ്ങനൊന്നും ചെയ്തൂടാ. ആന അടിച്ചൂടാ. ആന വല്ലതും ചെയ്യും, പിടിച്ചു നോക്കിയോ? ആന എങ്ങനൊന്നും ചെയ്തൂടാ, മോശം പരിപാടിയാണ്. അയ്യോ, തേച്ചൊരച്ച് കുളിപ്പിക്കേ. വൃത്തിയാവട്ടടാ. ഇതൊരുമാതിരി സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുമ്പോഴാണ് പിടിക്കണത്. നോക്ക്, അയ്യോ ചുമന്ന്, ആന ചുമന്ന കളറായി. ഇനി ആന എടുത്ത് ഇരിക്കാൻ പറ. ആന ഇരുന്ന് ആന ഇരുന്നാ പിന്നെ കുളിപ്പിക്കരുത്. ആനയുടെ കൈ തേച്ചു കൊടുക്ക്. நாங்க சின்ன வயசுல இருக்கும்போது ரொம்ப நல்லா யானை விளையாடுவோம். ரொம்ப சூப்பரா இருக்கும். நான் தான் எப்பவுமே யானை. കനവ് ആനയായ സൂപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ തോണ്ട ഇങ്ങനെ പണ്ടത്തെ പിടിയാന അവിടെ പോയി കുളിപ്പിക്കേ പോ. ஐயோ முடியாதுடா, இப்பெல்லாம் காலெல்லாம் வலிக்கும். வேண்டாம் கல்லு, நான் இல்ல. പക്ഷേ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആനയാവാം. ஐயோ முடியாது, இப்ப முடியாது, அப்புறம் வேணா பாத்துக்கலாம். ആന പൂ, ആനയ്ക്ക് വയ്യ. കഴിഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞു. കല്ലുവേ, മക്കളെ ഒരു കപ്പിക്കമ്പും കൂടെ തരട്ടാ. മിക്കവാറും അടിയുണ്ട് പടവലം കേശവൻ ചരിയും. അടി ഇനി അതുകൂടെ പറ. കഴിഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എങ്ങോട്ട്? കൂപ്പില് തടി പിടിക്കാൻ. കൂപ്പില് തടി പിടിക്കാനൊന്നും ഞാനില്ല. ഇത് ഉത്സവത്തിന് ചുമ്മാ ഒന്ന് നെറ്റിപ്പൊട്ടം കെട്ടി നിൽക്കണ ആനയാണ്, പണിയെടുക്കൂല. ഇല്ല, കൂപ്പ് എന്തെന്ന് അറിയൂടി നിനക്ക്? കൂപ്പ് എന്താന്ന് അറിഞ്ഞൂടെ മക്കളെ? തടിയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കൂപ്പ്. അവിടെ തടി പിടിക്കുന്ന ആനയാണ് നമ്മൾ അവിടെ കൊണ്ടുപോകണം. കൊണ്ടുപോവാം കേശവനെ കൊണ്ടുപോവാം. അങ്ങോട്ട് ഞാനില്ല. മാറി മേളിന്ന് പാപ്പ മാറിയാലേ ആന ഇറങ്ങാൻ പറ്റും. നോക്കും, പാപ്പാന്റെ മണ്ടയ്ക്ക് ആന കയറിയിരിക്കും. ഇറങ്ങണ്. കാല് കാണിക്കാൻ പറ, ചവിട്ടി. കറക്റ്റാ.
എന്തായാലും കേശുവിന്റെ നടു ഒടിയും ഇന്ന്. ദൈവമേ കൊള്ളാം. ഇത് ആനയാണ്, കുതിരയല്ല. ഹാൻഡിൽ വിത്ത് കെയർ. ആന റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇത് ആനക്കൊട്ടില്. തൊട്ടിലല്ലേ കുരിപ്പേ, കൊട്ടില്. കൊട്ടിലെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, ആന റെസ്റ്റ് എടുക്കണ സ്ഥലം. ഇനി ആന റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ആനയുടെ കാര്യത്തിൽ തീരുമാനവും. ഇറങ്ങടി. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇറങ്ങിയോ. ഇല്ല, ആന വരൂല.